ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഇന്നലെ ഉത്സവമൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഉത്സവത്തിന് പോയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാലൊന്നും വയ്യായിരുന്നു. ഞാനൊന്ന് നടന്ന് ക്ഷീണിച്ചത് കൊണ്ട് നമ്മൾ പോയില്ല ഉത്സവത്തിന്. പപ്പയും മോനും ഒക്കെ പോയി കേട്ടോ. അപ്പോഴേ നമ്മുടെ സിറ്റൗട്ടിൽ ഇരിക്കാൻ ഒക്കത്തില്ല, ഭയങ്കര ചൂട് കാരണം. അതാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇത്തിരി ഒരു തണലുള്ളത് കേട്ടോ, അതുകൊണ്ട്. അയ്യോ, അപ്പോഴേ ഒരു ട്രിപ്പ് ഞാൻ നേരത്തെ വന്ന് നോക്കിയപ്പോൾ എന്നെ പേടിപ്പിക്കാനായിട്ട് ഒരു ഓന്ത് അവൻ എന്നെ ഉറ്റു നോക്കുന്നു. അപ്പോഴും ഞാനങ്ങ് പേടിച്ചു. ഇവന്മാരിങ്ങനെ നോക്കും, ഉണ്ട കണ്ണും കൊണ്ട് ഒരു നോട്ടം നോക്കും. അപ്പോഴേ ഞാനിവിടെ നിന്ന് വലിയും കേട്ടോ. അപ്പോൾ ഈ തെറ്റിക്കാത്തെല്ലാം ഉണ്ട്. ചില സമയത്ത് ഇവന്മാരിങ്ങനെ ഇരിക്കുന്ന നോക്കണമല്ലോ, മനുഷ്യർ ഉറ്റിങ്ങനെ നോക്കത്തില്ല. അതുമാതിരി നമ്മളെ അങ്ങ് നോക്കി അങ്ങ് പേടിപ്പിച്ച് വിട്ടോളൂ. ഞാൻ ആദ്യം ഇവിടെ വന്ന് ഇരിക്കാൻ വന്നതായിട്ടോ. അപ്പോഴും ഒരു അനക്കം കേട്ടു. ഞാൻ വെച്ചാൽ എപ്പോഴും എനിക്ക് കമൻറ്റിനകത്തൊക്കെ ചേരയും പാമ്പും ആട്ടമ്പുഴുവിൻ്റെ കാര്യമൊക്കെ പറയും. അപ്പോഴും എനിക്ക് ഇവനെ കണ്ടപ്പോഴത്തേനും പേടിച്ച് ഞാനങ്ങ് പോയി. പിന്നെ കറങ്ങി തിരിഞ്ഞാൽ ഇവിടെ തന്നെ വന്നു. സിറ്റൗട്ടിൽ ഇരിക്കാൻ ഭയങ്കര ചൂട്. അതുപോലെ വെയിലുള്ള സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പം എന്തോ പോലെ അല്ലെങ്കിൽ തന്നെ ചൊറ പിടിച്ചിരിക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നും. പിന്നെ ആ വെയിലിൻ്റെ ഇതും കൂടെ ആകുമ്പോൾ ചൊറ പിടിച്ചിരിക്കുന്ന പോലൊക്കെ തോന്നും. ഇന്നാളിൽ എനിക്ക് അങ്ങനെ ഒരു അക്ടി പറ്റി കേട്ടോ. ആരോ എന്നോട് പറയുകയും ചെയ്തു, എന്താ ക്ലിയർ ഇല്ലാത്തതിൻ്റെ കൂട്ട് കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോഴായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പോഴതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഭയങ്കര ചൂട്, നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര ചൂട്. അപ്പോഴേ എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നല്ല പൂര വെയിലാണ് എല്ലായിടത്തും അല്ലേ. അപ്പോഴേ സ്വിമ്മിങ് പൂളിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും നമ്മുടെ അണ്ണൻ എടുക്കും. എന്നിട്ട് അന്നേരം എന്നോട് പറഞ്ഞേ, പിന്നെ അതിനകത്തുനിന്ന് കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിന്നെ അതിനകത്ത് ഇട്ടേക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴന്ന് ഞാൻ പറഞ്ഞില്ലേ, താജ്മഹൽ ഞാൻ മുംതാസിന് വേണ്ടി പുള്ളിക്ക് അബദ്ധം പറ്റിയതാണെന്ന് എന്നോട് പറയുക. അപ്പോൾ അതുപോലെ എനിക്ക് അബദ്ധമൊന്നും പറ്റത്തില്ല, പുള്ളിക്ക് അന്ന് അബദ്ധം പറ്റി പണിഞ്ഞു കൊടുത്തതാണ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്ത് പറയാനാ, ഞാനൊരു മണ്ടിപ്പെണ്ണായതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കളിപ്പിക്കുന്നതല്ലേ. മിടിക്ക് പെൺപിള്ളേരായിരിക്കും എപ്പോൾ സ്വിമ്മിങ് പൂള് പണിയിപ്പിച്ചെന്ന് ചോദിച്ചാൽ മതിയല്ലേ. ഞാൻ ഒരു പാവം കൊച്ചായതുകൊണ്ട് ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു ഇവിടെ കേട്ടോ. അല്ലയോ? അങ്ങനെ പിന്നെന്താ, നമ്മുടെ കുഞ്ഞു അടുക്കള വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി കൂട്ടുകാരിമാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം കേട്ടോ സുപ്രുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. പാവം സുപ്രു അല്ലേ നിങ്ങളുടെ ഇത്. അപ്പോഴേ പറയണേ, എനിക്ക് വലിയ ഡെമ്പോ ഗമയോ വല്ലതും ഉണ്ടോയെന്നോ എനിക്ക് നേരിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കണം. അതെങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്? കമൻറ്റിൽ കൂടി അറിയിച്ചാൽ മതി. നിങ്ങളുടെ സുപ്രു പാവമാണോ അല്ലയോ ഭയങ്കരിയാണോ ജാടക്കാരിയാണോ എന്നൊക്കെ നമുക്കറിയണ്ടേ. ഒന്നുമില്ല കേട്ടോ, നമ്മൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോഴേ പിന്നെന്താ വിശേഷങ്ങൾ? നമ്മുടെ സരസു ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. സരസു ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നലെ എന്തൊക്കെയോ ബാധ കയറിയായിരുന്നു സരസുവിന് കേട്ടോ. എൻ്റെ പിയും സരസുമായിട്ട് പൂരത്തല്ലായിരുന്നു. ഇന്നലെ എന്തൊക്കെയോ ബാധ കയറി സരസുവിന്. ഇന്ന് കുഴപ്പമില്ല, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു. അപ്പോഴും സരസുവിനെ കാണിക്കണം. എനിക്ക് പേടി കേട്ടോ. ഞാൻ കട്ടും പൊട്ടിച്ചുമൊക്കെ നിന്ന് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്ന കേട്ടോ. എനിക്ക് പേടിയാണ് സരസുവിനെ വീഡിയോ എടുക്കാം. പിന്നെ പാത്തുമ്പോൾ ഇങ്ങനെ കാണാൻ ചെന്ന് വീഡിയോ അങ്ങനെ കാണാൻ പേടിക്കാം. പിന്നെന്താ വിശേഷങ്ങൾ ഇവിടെ? പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോഴും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ പറ കേട്ടോ. അപ്പോഴും പിന്നെന്താ, ഇല്ല ഒരു വിശേഷങ്ങളും ഇല്ല. അപ്പോഴും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുമല്ലോ നിങ്ങളെ. അപ്പോൾ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോഴും നമുക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അവിടെ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് കേട്ടോ. അപ്പോഴ ഇച്ചിരി അടുക്കള വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാം. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്നും മറന്നു പോയിട്ടില്ലല്ലോ? ഇല്ല, അരണയുടെ സ്വഭാവം മറന്നു പോകും ചിലപ്പം കേട്ടോ. ഒന്നും പറയാനില്ലല്ലോ നിങ്ങളോട് എനിക്ക്. ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഇന്നലെ ഉത്സവമൊക്കെ അടിച്ച് പൊളിച്ച്, ഉത്സവത്തിന് മെനഞ്ഞാന്ന് രാത്രി പോയതുകൊണ്ട് ഇന്നലെ പോയില്ല കേട്ടോ.
പപ്പയും മോനും ഒക്കെ പോയി. കാല് വയ്യായിരുന്നു, മെനഞ്ഞാന്ന് ഒത്തിരി നടന്നു, അതുകൊണ്ട് കാലൊന്നും വയ്യായിരുന്നു. ഇന്നും എനിക്ക് കാലിനൊക്കെ അങ്ങ് വേദന, അങ്ങ് ഭയങ്കരമായിട്ട് നരമ്പിനൊക്കെ അങ്ങ് വേദന. അങ്ങനെ പിന്നെ ലൈവ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ കണ്ട്. അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ടു. പപ്പയും മോനും ഒക്കെ പോയിട്ട് വന്ന് പറയുന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു, എന്തൊരാളായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കാണ്. അങ്ങനെ പിന്നെ ഇന്നലെ ഉത്സവത്തിൻ്റെ എല്ലാം വെച്ചായിരുന്നല്ലോ, അപ്പോഴും അതെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ, അതെല്ലാം ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന് വലിയ പണിയൊന്നുമില്ല. പിന്നെ സരസ്വനെ കളിപ്പിക്കാൻ മാത്രം ഒരു മീൻ വറുത്തതും മീൻ കറിയും വെച്ചാൽ മതി കേട്ടോ. ബാക്കി എല്ലാം ഇരിപ്പുണ്ട്. സാമ്പാർ, മോര്, അവിയൽ, പച്ചടി എല്ലാം ഇരിപ്പുണ്ട്. പപ്പടം പിന്നെ ഇപ്പം ഞാൻ കാച്ചി. ഞാൻ വിചാരിച്ചു നമ്മൾ സരസ്വനെ ഒന്ന് പറ്റിക്കാതെ മീനും വറുത്തേ മീനും കറി വെക്കാം. പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നു. പിന്നെ വീണ്ടും വീണ്ടും വെച്ചാൽ ആരെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടേ. നമ്മുടെ സരസ്വനെ ഒന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അയല മീൻ കിട്ടിയത്, അപ്പോഴേ മീൻ കുറച്ചെടുത്ത് വറക്കാന്ന് വിചാരിച്ചു. പിന്നെ കറി വെക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോഴെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. ഇൻട്രോയിൽ തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെ ഞാനിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഇന്ന് എൻ്റെ പി എ വന്നില്ല കേട്ടോ. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പി എ ചോറൊക്കെ കഴിച്ചിട്ടാ പോയെ. ഹാപ്പി ആയിരുന്നു ആൾ കേട്ടോ. അപ്പോൾ ഇന്നലെ പിന്നെ ഞാൻ മെനഞ്ഞാത്ത വീഡിയോ കേട്ടോ, ഇന്നലെ ഒന്നും എടുത്തില്ല വീഡിയോ. മെനഞ്ഞാത്ത വീഡിയോ ഒക്കെ ഇരുന്നത് കൊണ്ട് പിന്നെ ഇന്നലെ ഇൻട്രോയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഉള്ളു കേട്ടോ. അപ്പോഴെന്താ മഴയൊന്നും പെയ്തില്ല. മഴയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുന്നു. അങ്ങനെ ജോമോ ചേച്ചി സരസ്വനെ കാണിക്കാൻ പറഞ്ഞല്ലോടെ, ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് പേടിയാണ് സരസ്വനെ വീഡിയോയിലൊക്കെ പെടുത്താനേ. സരസ്വ ആകെ വയലൻ്റ് ആവും. ഒന്നാമതെ പാട്ടും മറിഞ്ഞ് നിന്നാൽ ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും പറയുന്നതൊക്കെ അവൾ യൂട്യൂബിലായപ്പോഴും. ഇനി ഞാൻ ആ പടവും കൂടെ പിടിക്കാൻ ചെന്നാൽ പിന്നെ പറയുകയും വേണ്ട. ആ കാണിനാസം വെള്ളപ്പോൾ മിക്കവാറും ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ നിർത്തേണ്ടി വരും. അപ്പം ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ജോമോ ചേച്ചിയുടെ കാര്യം പറയണമെന്ന് വിചാരിച്ചതായിട്ടാ. എനിക്ക് എന്നെക്കാളും എന്തായാലും വയസ്സ് മൂത്തത് എനിക്കറിയാം. ഇന്നാൾക്ക് പ്രായം പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ടാണ് ജോമോ ചേച്ചിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോമോ ചേച്ചിയുടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ചേച്ചി എന്നാണ് അവളുടെ പേര്. ഇതുമാതിരി വട്ടമുഖവും മൂക്കും ഒക്കെ, ആ നെറ്റിയൊക്കെ അത് സെയിം അത് തന്നെ. പിന്നെ അവൾക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് കേട്ടോ, ഒരുപാട് മുടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ അച്ഛൻ പപ്പയും മമ്മിയൊക്കെ അവളുടെ ഗൾഫിലായിരുന്നു. അപ്പോഴും ഇവളെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്നൊക്കെ അതൊരു കൗതുകമായിരുന്നു. ഗൾഫിലുള്ള കൊച്ചുങ്ങളൊക്കെ, അവൾ 10 സീലായിരുന്നു, ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു കേട്ടോ. ഞാൻ മലയാളം മീഡിയത്തിലായിരുന്നു. അവളിങ്ങനെ പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്കതൊരു കൗതുകത്തോടായിരുന്നു നമ്മളൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴേ ഗൾഫുകാർ കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു കേട്ടോ. അപ്പോഴെന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നതാണ് ടിജി. അവളുടെ പേര് ടിജി, 10 സീലായിരുന്നു കേട്ടോ. ഒരുപാട് കോലമുടി ആണെങ്കിലും ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അവളെ ഒരു അച്ഛനാണ് കല്യാണം കഴിച്ചത് കേട്ടോ, ഫാദർ. അപ്പോഴെന്നെ ഇടയ്ക്ക് ഇപ്പോൾ എൻ്റെ നമ്പർ അങ്ങ് പോയി കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ കയറിയപ്പോൾ അപ്പോഴെന്നെ പേഴ്സണലായിട്ട് വിളിച്ചു. അന്ന് ഞാൻ DP-യിൽ ഫോട്ടോ ഇട്ടിരുന്നോ എന്തോ എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പം ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. ചിലർക്കൊക്കെ നമ്മളെ ഇപ്പം തിരിച്ചറിയുന്നുണ്ട്, എന്താ കൂട്ടുകാർ. പക്ഷെ അന്നത്തേതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരത്തില്ലേ നമുക്ക്. ഒരു 10-40 ഇത്രയും പ്രായമൊക്കെ ആകുമ്പോഴേ നമുക്ക് വ്യത്യാസങ്ങൾ വരില്ല. എന്നാലും ഗ്രൂപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ കുറച്ച് പേരൊക്കെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. പക്ഷേ അല്ലാതെ ചിലരെയൊന്നും എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെ പോലെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നമ്മുടെ കൂട്ടുകാരെ കേട്ടോ. ഫോട്ടോ കണ്ടിട്ട് പോലും ആൺപിള്ളേരെയൊന്നും. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ പഠിച്ച് 2 ആൺകുട്ടികളും പിന്നെ അച്ഛന്മാരായി കേട്ടോ. അവർക്ക് 2 പേർക്ക് അച്ഛൻ പട്ടമൊക്കെ കിട്ടി. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട് 2 പേരും. അവരൊക്കെ ഇങ്ങനെ അച്ഛന്മാരായതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക അപ്പോഴും വിളിക്കാറുണ്ട്. 2 അച്ഛന്മാരും വിളിക്കാറൊക്കെ ഉണ്ട്.
എന്താ ഒരു ബർത്ത്ഡേ ഒക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആണെങ്കിൽ എന്ത് വിശ്വസൊക്കെ നമ്മൾ അയച്ചാലും അവരൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമുക്കൊരാപത്തൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ അച്ഛന്മാരോട് നമുക്ക് നേരിട്ട് പേഴ്സണലായിട്ട് അതിന് നമുക്ക് വിളിച്ച പറയാം കേട്ടോ. അതൊക്കെ നല്ലൊരു സൗഹൃദമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെയൊക്കെ നമ്മളുടെ അപ്പോഴേ ഇവിടെ നമ്മുടെ അണ്ണനും അമ്മയ്ക്കും ഒക്കെ കോവിഡ് 2 പേർക്കും കോവിഡൊക്കെ ആയി ഒരു മാസം നമ്മൾ ഭയങ്കര കഷ്ടം അനുഭവിച്ചു കേട്ടോ. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോഴെല്ലാം ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരെല്ലാം വിളിച്ച് സമാധാനപ്പെടുത്തി കേട്ടോ. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരെ എനിക്ക് ഇപ്പോഴും എല്ലാവരും നമ്മുടെ കൂട്ടുകാരെന്നല്ല സഹോദരങ്ങൾ തന്നെ അവരൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെയൊക്കെ. എല്ലാവരും അതിലൊക്കെ തന്നെയല്ലേ. അപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്കൂൾ ഗ്രൂപ്പൊക്കെ നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ എന്തും നല്ലതാണ്. നമുക്ക് ഇത്ര പ്രായത്തിൽ അവരൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ചിലർക്ക് ഓരോ പിണക്കങ്ങളും ഒക്കെ. ഞാൻ പിന്നെ അതൊന്നും കാര്യമാക്കാറില്ല കേട്ടോ. എനിക്ക് ആരോടും എൻ്റെ കൂട്ടുകാരോട് ആരോടും പിണക്കമില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താ അങ്ങനെ പിണങ്ങിയിരിക്കുക. എനിക്ക് ആരോടും പിണക്കമില്ല കേട്ടോ. ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെന്ന് ചുമ്മാതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ച് ഇത് വരും കേട്ടോ. നമുക്ക് നമ്മുടെ കുഞ്ഞുനാൾ മുതൽ നമ്മൾ അടിച്ച് വളർന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ എനിക്ക് എപ്പോഴും അവരോടൊക്കെ എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്നെയും സുപ്രിയെന്നാണ് വിളിക്കുന്നത്. ആ ഗ്രൂപ്പിലും എല്ലാവരും എന്നെ അങ്ങനെയല്ല വിളിക്കുന്നത് കേട്ടോ. സുപ്രിയ. പിന്നെ അതിനകത്തൊരു ഇച്ചിരി വട്ട് കേസ് ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലും അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ എല്ലാവരെയും. എൻ്റെ തോന്നലാണോ എന്തോ എനിക്കറിയത്തില്ല. എല്ലാവർക്കും എന്നോട് സ്നേഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോഴെന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. ഒരുപാട് പേഴ്സണലായിട്ടും ഒരുപാട് നമ്മുടെ കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ടൊന്നും വിളിക്കാറില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ഗ്രൂപ്പിലൊക്കെ എന്താ വേണമെങ്കിലും നമുക്ക് പറയാമല്ലോ കേട്ടോ. അപ്പോഴൊത്തിരി സന്തോഷം. നമ്മുടെ പഴയ എൻ്റെ കുഞ്ഞ് 1ാം ക്ലാസ് മുതലുള്ള കൂട്ടുകാരുണ്ട് നമ്മുടെ ആ സ്കൂൾ ഗ്രൂപ്പിനകത്ത് കേട്ടോ. ചിലരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആണിനെയാണേലും പെണ്ണിനെയാണേലും തിരിച്ചറിയാനേ പറ്റുന്നില്ല. എടി ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലെ അപ്പോഴും അറിയാം എന്നുള്ള ഒരു ഇതിൽ തന്നെ എല്ലാവരും മുൻപോട്ട് പോകുന്നല്ലേ. ഇപ്പം പിന്നെ റീയൂണിയനൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഞാനിതുവരെയും പോയിട്ടില്ല കേട്ടോ. അവരൊക്കെ 1-2 പ്രാവശ്യമൊക്കെ എല്ലാവരും കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെയും പോയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ മുങ്ങി നടക്കും. അപ്പോഴേ എല്ലാവരെയും ഒന്നും കിട്ടത്തില്ലല്ലോ. ആൺപിള്ളേരാണെങ്കിലും എല്ലാം പുറത്തൊക്കെ ഉള്ളവരൊക്കെ അല്ലേ. പിന്നെ പെൺകുഞ്ഞുങ്ങളെന്ന് പറയും കിളവിമാരാണെങ്കിലും ഇപ്പം ജോലിയൊക്കെയുള്ള കിളവിമാരും ആണല്ലോ. കിളവിമാരും ഓടിച്ചിട്ട് നമ്മളായിട്ട് അടിക്കില്ലേ. കിളവന്മാരും എന്നൊക്കെ പറഞ്ഞാൽ 40 വയസ്സ് കഴിയുമ്പം കിളവന്മാരും കിളവികളും അല്ലേ. അത് 50 കഴിയണം. എനിക്കറിയത്തില്ല. അപ്പോഴും നമ്മുടെ മീനൊക്കെ ഒരു വശം കഥയൊക്കെ പറഞ്ഞു തന്ന് അപ്പോഴൊത്തിരി സന്തോഷം കേട്ടോ. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ നമ്മുടെ ഗ്രൂപ്പിലോട്ടൊക്കെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അവരൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കമൻ്റ് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും അവരുന്ന അല്ലാതെ മെസ്സേജൊക്കെ അയക്കുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ചിലർക്കൊക്കെ നമ്മുടെ ഇതിനകത്ത് വന്ന് കമൻ്റ് ഇടാനൊക്കെ ഒരു വിഷമവും ഇതൊക്കെ കാണുമല്ലേ. അത് സാരമില്ല കേട്ടോ. എന്നാലും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ കൂട്ടുകാർ. ഇപ്പം ഈ ഒരു 2-3 ദിവസം കണ്ട് പിന്നെ അങ്ങോട്ട് ലിങ്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഞാനങ്ങ് മറന്നു, ചില ദിവസം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോഴെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വീണ്ടും സുപ്രുവിന് വേണം കേട്ടോ. പാവം സുപ്രു. വ്യത്യസ്തയാമീ സുപ്രുവിനെ സത്യത്തിലാരും തിരിച്ചറിയില്ല അല്ലയോ. സുപ്രു പാവമാണേ. അപ്പോഴും നിങ്ങളൊക്കെ ഇപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ ഗമക്കാരി പെണ്ണാണെന്ന് പറയാൻ കേട്ടോ. വലിയ ഗമയൊക്കെ ഉള്ളൊരു പെണ്ണാണെന്ന് നിങ്ങൾ പറയട്ടോ. അപ്പോഴറിയണ്ടേ, അതൊക്കെ അറിയണമല്ലോ. നമ്മൾ ഭയങ്കര ഗമയുള്ളവരാണോ എന്നൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴല്ലേ അതിനൊക്കെ ഒരു മാറ്റം വരുമോ. ഇതൊക്കെ തന്നെ ഞാൻ കേട്ടോ. എപ്പോഴും നിങ്ങൾ കാണുന്ന ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് വലിയ ഗമയൊക്കെ ഉണ്ടെന്നോ. അന്ന് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കറിയത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാ അല്ലേ.
ഓരോരുത്തർ നമ്മളെ എങ്ങനെയാ അവരുടെ കണ്ണിൽ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞാലല്ലേ നമ്മൾ ഇങ്ങനെയാണെന്നൊക്കെ അറിയത്തുള്ളൂ. അല്ലേ? ഞാൻ പാവമാണേ, അന്നും ഇന്നും എല്ലാം പാവമാണേ കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ സരസുവിനെ പറ്റിക്കാനുള്ള മീനൊക്കെ റെഡിയായി. പപ്പടമൊക്കെ കാച്ചി വെച്ചേക്കും കേട്ടോ. ഇനി ഞാനേ മീനുള്ളത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മള് മുളക് മൂപ്പിച്ചപ്പോഴേ അതിന് ആരെങ്കിലും കുശുമ്പ് പറഞ്ഞാന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. തുമ്മി ഉപ്പാട് വന്നു. നമ്മുടെ അയലക്കറിക്കുള്ളത് എന്താ അരപ്പൊക്കെ അങ്ങോട്ട് പെരട്ടി അരപ്പ് അങ്ങോട്ട് തിളപ്പിച്ച് നമ്മള് കഷ്ണമെല്ലാം പറക്കി ഇട്ട് കൊടുത്തിട്ട് തിളക്കട്ടെ. എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കാനില്ല. എല്ലാം ഇരിപ്പുണ്ടല്ലോ. പിന്നെ വീണ്ടും എന്തിനാ ഉണ്ടാക്കുന്നത്? ഞാൻ ഇവിടെ നമ്മുടെ ലൈറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു വെട്ടമൊക്കെ ഇട്ടിട്ടെന്ന്. ചിലപ്പം വീഡിയോ എടുത്തൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ വെട്ടക്കുറവ് പോലെ കേട്ടോ. അതിനെന്ത് ചെയ്യും, നമുക്കില്ല ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മേളിൽ. അപ്പോഴും തിളക്കട്ടെ കേട്ടോ. ഒത്തിരി ദിവസം കൊണ്ട് എനിക്ക് കൈവേദനയൊക്കെ കുറഞ്ഞിരുന്നു കേട്ടോ. വീണ്ടും കൈവേദനയായി. ഇതേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇവിടെ ഈ ഭാഗം വിട്ടുപോയതാണ്. എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് വേദനയങ്ങ് ഒത്തിരി 2-3 ദിവസം കൊണ്ടുണ്ട് കൈക്ക് വേദന കേട്ടോ. നമുക്കിങ്ങനെ അതിന് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് പിടിച്ച് വലിക്കിടാന്നൊക്കെ പറയും കേട്ടോ. പൊള്ളിയത് കൊണ്ടോ പൊള്ളിയതിൻ്റെ തോലൊക്കെ പൊളിഞ്ഞൊക്കെ വരുന്നില്ല. മീൻ്റെ തോല് വരത്തില്ലേ അതുപോലൊക്കെ തൊലിഞ്ഞ് വരുന്നു. എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ, നിങ്ങൾ എന്നെ കാണുന്നില്ലയോ, എന്തോ ഒരു സംശയം. കാണുന്നുണ്ടല്ലോ. എൻ്റെ കണ്ണിനും കാഴ്ചക്കുറവൊക്കെ ഉണ്ട്. കുളിച്ചിട്ട് വരുമ്പോൾ ഈ കണ്ണൊക്കെ അങ്ങ് ചുമന്നിരിക്കുക കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ, മരുന്നിൻ്റെ അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് ഒരാളെന്നെ തിരിച്ചറിഞ്ഞു. അപ്പോഴും സബ്സ്ക്രൈബറാന്ന് പറഞ്ഞു കേട്ടോ. ആണ്. അപ്പോഴും ഞാനില്ല ചെടിച്ചട്ടി വാങ്ങിക്കാൻ പോയപ്പോൾ ആരോ എന്നെ, ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ കാണുള്ള ഒരാളാ, ഒരു മോളായിരിക്കും എന്ന് വിചാരിച്ചു. എന്നെക്കാട്ടിലും പ്രായക്കുറവാണ് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അവിടെ അറിയൂന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയും. ഞാൻ വെച്ചു ഇവിടെ അടുത്തുള്ള ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അറിയും. പിന്നെ ഒന്നും കൂടെ നോക്കിയപ്പോഴും എനിക്ക് അറിയത്തില്ല. അന്നേരം നമ്മുടെ ചാനലിൻ്റെ പേര് സുപ്രിയ ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴെനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും അപ്പൂപ്പനെ എന്നെ കാണിച്ചു തന്നല്ലോ, ഒരു സബ്സ്ക്രൈബറെ എങ്കിലും കേട്ടോ. അപ്പോഴും മോളും ഉണ്ടായിരുന്നു, അതിൻ്റെ മോളും ഉണ്ടായിരുന്നേ, ഒരു കുഞ്ഞു മോളും ഉണ്ടായിരുന്നു. അപ്പോഴും ഒത്തിരി സന്തോഷമല്ലേ നമ്മളെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് തിരിച്ചറിയൊക്കെ ചെയ്യുന്ന അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ഇത്തിരി നേരം ഞാൻ കൊളക്കടക്കാരി അല്ലയോ, ഉപ്പും പുളിയൊക്കെ ഉണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോഴതൊക്കെ ഒരു സന്തോഷം നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോഴും ഞാനും പറഞ്ഞു നീ ഞാൻ കൊളക്കടക്കാരിയാണെന്നൊക്കെ ഞാൻ മറന്നു ഇന്നലെ പറയാം കേട്ടോ. അപ്പോഴും നമ്മുടെ മീൻകറിയൊക്കെ സരസിനെ കളിപ്പിക്കാനുള്ള മീൻകറിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പോഴെല്ലാം ഇനി ഉറക്കിയതിനെയൊക്കെ നമ്മുടെ ജയചേച്ചിയും മനിത ചേച്ചിയും പറയുന്നതിൻ്റെ കൂട്ട് ഉറങ്ങിയവരെയൊക്കെ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ നമ്മളൊന്ന് ഉണർത്താൻ പോകട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. മീൻകറി ആയി പറ്റി വന്നു. രാവിലെ ഞങ്ങൾക്ക് ദോശയായിരുന്നു കേട്ടോ. ദോശയും സാമ്പാറും ഉണ്ടായിരുന്നു. ദോശ ഇനി 2-3 കിടക്കും. പറഞ്ഞില്ലെന്ന് തോന്നില്ല ദോശയുടെ കാര്യമൊന്നും. ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഒന്ന് ഉറങ്ങിയവരെയൊക്കെ ഒന്ന് ഉണർത്തിയിട്ട് ചോറൊക്കെ കഴിക്കാം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നില്ല. സ്റ്റെയർ എനിക്ക് തുടയ്ക്കാൻ ഭയങ്കര മടിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സ്റ്റെയർ തുടയ്ക്കുന്നത്. അപ്പോഴേ നിന്നും കിടന്നുമൊക്കെ ഞാൻ സ്റ്റെയർ എല്ലാം തുടച്ചെടുത്തു കേട്ടോ. അപ്പോഴെനിക്ക് ഭയങ്കര മടിയായി. നമ്മുടെ മുറിയും അതല്ലാതെ എല്ലാം എനിക്ക് തുടയ്ക്കാൻ ഇഷ്ടം. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ സ്റ്റെയർ തുടയ്ക്കാൻ മടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പടി ഇങ്ങനെ മിനിക്ക് വരണ്ടേ. പിന്നെ ഉണ്ട് ഒത്തിരി ഉറുമ്പുണ്ടല്ലോ. ഉറുമ്പ് അവിടെ ഇവിടെ എനിക്കറിയത്തില്ല, എന്തോ ചെയ്തിട്ടും മാറുന്നില്ല. ഞാൻ പൗഡർ തട്ടിയിടും, പിന്നെ നമ്മൾ കാണുന്ന ടിപ്പുകളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉറുമ്പിൻ്റെ ഭയങ്കര ശല്യം കേട്ടോ. അപ്പോഴേ ഉറുമ്പ് എന്താണെന്ന് അറിയത്തില്ല. അത് ഈ അരിവിലെല്ലാം ഓരോ പൊടി പോലെ കിടക്കും കേട്ടോ. അതെല്ലാം
തൂത്ത് ഇങ്ങനെ തുടച്ച് ഞാൻ എന്തായാലും എല്ലാം തുടച്ചെടുത്തു കേട്ടോ. അയ്യോ ഒന്നും പറയണ്ട, എനിക്ക് ഭയങ്കര മടിയായി സ്റ്റെയർ തുടയ്ക്കാൻ. സ്റ്റെയറൊക്കെ തുടച്ചിങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുക. ഞാൻ അമ്മണിക്ക് തുണി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ അവിടെ കിടന്ന് കൂകി അലച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. മുറ്റത്തോട്ട് ഇറങ്ങിയാലുള്ള അവസ്ഥ ഇതൊക്കെയാണ്. അപ്പോഴേ ഇൻട്രോ എടുക്കുന്ന സമയത്ത് നീ അവിടെ അല്ലേ ചെന്നിരിക്കുന്നത്. അപ്പോഴവിടെ ഈ പ്ലാവിലയൊക്കെ കാണും. ഞാൻ തന്നെ അവിടെ കീറി വലിച്ചൊക്കെ ഇടും കേട്ടോ. അവിടെ കുറച്ച് കരിയിലയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് തൂത്ത് വാരണം. വൈകിട്ട് ഇതൊക്കെ ഉള്ള പരിപാടി കേട്ടോ. അപ്പോഴെല്ലാവരും ചോദിക്കും അടുക്കളപ്പണി മാത്രമേ ഉള്ളൂ എന്ന്. അടുക്കളപ്പണി മാത്രമല്ല, നമ്മളകവും പെരയ്ക്കകത്തെ പണിയും നമ്മൾ ചെയ്യണം, പുറത്തെ പണിയും നമ്മൾ ചെയ്യണം. വേറെ ആര് ചെയ്യാനിരിക്കുന്നു. അപ്പോഴിനി കുറച്ച് കരിയില നുള്ളി പറക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഇനി നുള്ളി പറക്കി. വൈകിട്ടായി കേട്ടോ, ഒരു 5 മണിയൊക്കെ ആയി. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ, ഇനിയും വിശേഷങ്ങളൊക്കെ കാണിക്കാൻ നിന്നാൽ ഒത്തിരി ഒരു പറ വിശേഷങ്ങളായി പോകും കേട്ടോ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.